അപ്പൊ തുടങ്ങാം അല്ലേ? കേരളം UP പോലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉടനെ തന്നെ ഗോസംരക്ഷകരും എത്തുമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ എന്തായാലും കേരളത്തിൽ ഇത്തരം കാഴ്ച മുൻപെങ്ങും കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതല്ല, ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. രാവിലെ സ്കൂളിലൊക്കെ പോകണ്ടേ? സ്കൂളിൽ പോകുന്ന തടസ്സമൊന്നുമില്ല. എന്നാലും ചില അമ്മമാരൊക്കെ എന്നോട് ഇപ്പോൾ ചോദിച്ചു. മന്ത്രി അപ്പൂപ്പൻ ചോദിക്കുന്നത്, അഘോരി സ്വാമിമാർ വോട്ട് ചോദിച്ചിറങ്ങിയാൽ കുട്ടികളും അമ്മമാരും എന്ത് ചെയ്യുമെന്നാണ്. ഒരു പെൺകുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ മുന്നിൽ ഇത് ഇങ്ങനെ അവതരിപ്പിക്കാൻ സമ്മതിക്കൂ? മന്ത്രി അപ്പൂപ്പൻ വിഷമിക്കേണ്ട, ഇതൊക്കെ ശീലമായിക്കൊള്ളും. രാജീവ് ജിക്കൊപ്പം ഇരിക്കുന്ന ചേച്ചിയെ കണ്ടില്ലേ? എന്തൊരു ഭക്തിയാണവർക്ക്. ഞാനല്ലോട്ടോ, ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവാ. രാജീവ് ജി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു കാറ് ചവിട്ടി നിർത്തി. രാജീവ് ജി തിരിഞ്ഞു നോക്കി. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. രാജീവ് ജിയെ കണ്ടപ്പോൾ തന്നെ അഘോരി സ്വാമിക്ക് മനസ്സിലായി ജി ഒരു BJP കാരനാണെന്ന്. ഒരു മയത്തിലൊക്കെ തള്ളി. ഞങ്ങള് ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്. കന്യാകുമാരിയിൽ പോകുന്ന വഴിക്ക് സ്വാമിക്കൊരു ദർശനമുണ്ടായി. അങ്ങനെ വണ്ടി പെട്ടെന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വിട്ടു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നത്. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അങ്ങനെയല്ലല്ലോ, യോഗ അറിയാത്ത യോഗി ജി UPയിൽ നിന്നും അയച്ചതാണ് ഇവരെ എന്നാണല്ലോ അഘോരി പറഞ്ഞത്. അവര് വന്ന് പിന്നെന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവര് പോയി. അതേതായാലും നന്നായി. ഈ പരിപാടി ഇവിടെ സെറ്റാകില്ലെന്ന് മനസ്സിലാക്കിയ ജി നൈസായിട്ട് ക്യാഷ് കൊടുത്ത് സ്വാമിമാരെ ഒഴിവാക്കിയല്ലേ? അല്ല, നേരത്തെ ജി അല്ലേ പറഞ്ഞത് ഇവരെ അറിയില്ല എന്ന്? ദേ ഈ വീഡിയോ കണ്ടു നോക്ക്, അപ്പൊ ജിക്ക് എല്ലാം ഓർമ്മ വരും. BJP നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല BJPക്ക് ജയം നേടാൻ വേണ്ടി UP മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജിക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നില്ലേ? ഇവരങ്ങനെ ചുമ്മാ വന്നവർ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? ആപ് കഹാ സേ? ഉത്തർപ്രദേശ്. കേരളത്തിലെ BJPക്ക് കരുത്തു പകരുവാൻ യോഗി ജി അയച്ച ശിഷ്യന്മാരാ. आशीर्वाद देने के लिए BJP को बहुत वोटों से जीत होगा BJP का. എന്തായാലും BJPയെ വാരിക്കോരി അനുഗ്രഹിച്ചിട്ടേ സ്വാമിമാര് തിരിച്ചു പോകൂ. അങ്ങനെ കേരളത്തിൽ താമരകൾ വിരിയാൻ പോകുന്നു ഗൈസ്. ഇത്തവണ എന്തായാലും BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. റോഡ് നിറയെ കന്നുകാലികൾ, ലോകോത്തര നിലവാരമുള്ള ബെഞ്ചും ഡെസ്കും ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, കിടക്കകളും ഓക്സിജൻ സിലിണ്ടറുകളും ഇല്ലാത്ത ആശുപത്രികളും, എല്ലാ വീട്ടിലും ഓപ്പൺ ടോയ്ലറ്റ്. അങ്ങനെ UP മോഡൽ കേരളത്തിലും വരണമെന്ന് സ്വപ്നം കാണുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടല്ലോ. ഒരു MLA കാണണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ BJP MLA ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. യോഗി പറഞ്ഞിട്ട് വന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും UDFന്റെ LDFന്റെ MLAമാരെയൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും കരമന ജയൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കുന്നുണ്ടായിരുന്നു. വിനാശായ ചതുർഭുജം എന്നാണല്ലോ.